ചാള അല്ലെങ്കിൽ നമ്മളെ മത്തി മുറിക്കണത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ. അപ്പം മത്തിയെല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ആക്കിയിട്ട് ഒരു മത്തി എടുത്തിട്ട് കത്തിയോണ്ട് ഈ സാധനം നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് കളറുള്ള സാധനം എല്ലാം കൂടെ നമ്മൾ രണ്ട് സൈഡിലും ആയിട്ട് ഒഴിവാക്കി കൊടുക്കുക. വാലും കൂടെ ഒന്ന് മുറിച്ച് കൊടുക്കട്ടോ. 2 വാലും കൂടെ ഇതുപോലെ മുറിച്ചിട്ട് എന്നിട്ട് പിന്നെ തലേൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സൈഡ് കൈ വെച്ചിട്ട് ഇതുപോലെ ഈ സൈഡും കൂടെ റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിൽ നമുക്കിതാ ഈ മീൻ കൂട്ടി കിട്ടും കേട്ടോ. ചില മീനിൻ്റെ ഉള്ളിലാണ് ഇത് ഉണ്ടാവുക. ഇങ്ങനെ കിട്ടുമ്പം ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് നമുക്ക് എടുത്തു വെക്കാം. ഇത് പൊരിച്ചാലും കറിയിലൊക്കെ ഇട്ടാൽ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ്. പൊരിക്കുന്നതാണ് എല്ലാവരുടെയും ഫേവറേറ്റ്. അപ്പോൾ ഇതാ മത്തി മുറിച്ചിട്ടുണ്ട്. ഇനി ചില ആൾക്കാർ മത്തിൻ്റെ കൂടെ തല കുറച്ച് ബാക്കി വെച്ചിട്ട് മുറിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ മത്തി എടുത്തിട്ട് ഈ 2 മേലുള്ള സാധനമൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് അത് റിമൂവ് ചെയ്തതിന് ശേഷം മത്തിൻ്റെ വാലും കൂടെ മുറിച്ച് കൊടുക്കുക. പിന്നെ മത്തിൻ്റെ ഈ തലൻ്റെ സൈഡിൽ നിന്ന് 2 ഭാഗവും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചെടുത്ത് കളയുക. അപ്പോൾ ഇതുപോലെ തന്നെ അങ്ങോട്ട് കിട്ടും. കുറച്ച് ശക്തിയിൽ ഇങ്ങോട്ട് പറിച്ചാൽ മതി. എന്നിട്ട് പിന്നെ ഈ ഉള്ളിലുള്ളത് ഇതുപോലെ പിടിച്ചിട്ട് ഈ സൈഡും കൂടെ കൈ കൊണ്ടൊന്ന് എടുത്ത് കൊടുക്കുക. കൈ കൊണ്ട് പറ്റാത്തവർക്ക് വേണമെങ്കിൽ കത്തി കൊണ്ട് വേണമെങ്കിലും എടുത്താൽ മതി കേട്ടോ. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ സൈഡ് ഭാഗം ഇതുപോലെ എടുത്തിട്ട് അങ്ങ് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും മീൻകുട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. അത് വേണം. അത് കഴിച്ച് പൊരിക്കാൻ നല്ല ടേസ്റ്റ്, പൊരിച്ചത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ മുറിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റുകൾ കളയുക. ഈ മീനിൻ്റെ ഈ സാധനം എടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വേസ്റ്റ് നല്ലോണം കളയുക. ഒരു കറുത്ത കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലോണം പോക്കുക. എന്നിട്ട് കഴുകിയും കൊടുക്കുക. പിന്നെ തലേൻ്റെ ഭാഗം ഈ കണ്ണുള്ള ഭാഗം ഒന്ന് ഒഴിവാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് നമ്മളെ മത്തി മുറിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സിങ്കിലൊന്നും വെച്ച് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല സൂക്ഷിക്കുക. കാരണം അത് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ കൂന്തൽ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടേന്. അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിന് മത്തി ക്ലീൻ ചെയ്യുന്നതും കൂടി വീഡിയോ ഇടുമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇതുപോലെ മത്തി മുറിച്ചിട്ടുണ്ട്. നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.